A very good morning, my dear children. How are you? Hope you are fine and happy. Be happy. Take care of your health. Okay. Let's start a new lesson today. History lesson 2. From trade to territory, company establishes power. We all know the English East India Company came here for trading. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഇന്ത്യയിൽ വന്നത് ബ്രിട്ടീഷുകാരിവിടെ വന്നത് നമ്മുടെ ഗുഡ്സ്, അതായത് നമ്മുടെ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈൻ ക്വാളിറ്റി ഗുഡ്സ്, സിൽക്ക്, കോട്ടൺ, സ്പൈസസ് ഇതുപോലുള്ള ട്രേഡിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. പക്ഷേ അവരിവിടെ വരികയും അവരുടെ ഇന്ത്യയെ അവരുടെ കൺട്രോളിലാക്കുകയും ഒക്കെ ചെയ്തു. ഇവിടെ അതിനു മുമ്പ് പല യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ് ഇവിടെ വന്നിട്ടുണ്ട്. അവർ കച്ചവടം നടത്തി പോകുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് വന്ന ബ്രിട്ടീഷ് ട്രേഡിംഗ് കമ്പനി ആണ് നമ്മുടെ ഇന്ത്യക്കാരെ അവരുടെ കൺട്രോളിലാക്കിയത്. അപ്പോൾ ഇവിടെ ട്രേഡിൽ വന്ന് ഇംഗ്ലീഷുകാർ എങ്ങനെയാണ് ഹൗ ദേ എസ്റ്റാബ്ലിഷ് ദെയർ പവർ ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് എ കണ്ടന്റ് ഓഫ് ദിസ് സെക്ഷൻ. ഹു വാസ് ദ ഫസ്റ്റ് റൂളർ ഓഫ് ദ മുഗൾ എംപയർ? ഹു വാസ് ദ ഫസ്റ്റ് റൂളർ ഓഫ് ദ മുഗൾ എംപയർ? ബാബർ, followed by Humayun, Akbar, Jahangir, Shah Jahan, and last emperor of the Mughal dynasty was the Aurangzeb. Each of these rulers were very powerful rulers, but Aurangzeb ഒരു ധാരാളി കൂടുതലായ റൂളർ ആയിരുന്നു. ഫസ്റ്റ് ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ തന്നെ ബാബറാണ്. ഫോളോഡ് ബൈ ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ ആൻഡ് ഔറംഗസേബ്. ഇവരെല്ലാവരും തന്നെ ഷാജഹാൻ വരെയുള്ള എല്ലാ റൂളേഴ്സും വളരെ പവർഫുൾ ആയിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ വരുമ്പോൾ ഔറംഗസേബ് ആയിരുന്നു ഇവിടുത്തെ റൂളർ. ലാസ്റ്റ് പവർഫുൾ റൂളർ ഓഫ് ദ മുഗൾ എംപയർ വാസ് ഔറംഗസേബ്. Aurangzeb was the last of the powerful Mughal rulers. He established control over a very large part of the territory that is now known as India. അതായത് ഷാജഹാന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ ഔറംഗസേബ് ആയിരുന്നു നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത്. ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇൻ 1707, many Mughal governors and big zemindars began asserting their authority and establishing regional kingdom. അതായത് മുഗൾ എംപയർ വളരെ, നമുക്കിപ്പം ഡൽഹിയിലുള്ള മിക്കവാറും എല്ലാ മോണുമെൻറ്റ്സും മുഗൾസിൻ്റെ ഗിഫ്റ്റാണ്. അതായത് മുഗൾസിൻ്റെ ഭരണകാലം നമ്മുടെ ഇന്ത്യയുടെ ഗോൾഡൻ ഏജ് തന്നെയാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഒരു ഗോൾഡൻ ഏജ് എന്ന് തന്നെയാണ് പറയുന്നത്. ഷാജഹാൻ വരെ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട് ഇതെല്ലാം അവരുടെ സംഭാവനയാണ്. പക്ഷേ ലാസ്റ്റ് വന്ന ഔറംഗസേബിന് കാര്യങ്ങളിലായിരുന്നില്ല ശ്രദ്ധ. അദ്ദേഹം സുഖലോലുപനും ധാരാളിയും ധൂർത്തനും ഒക്കെ ആയിരുന്നു. അങ്ങനെ എന്ത് ക്രൂക്കഡ് വേയിലൂടെയും സ്വത്ത് സമ്പാദിക്കുക, സ്വന്തമായിട്ട് സെൽഫിഷ് ആയിരുന്നു, സ്വന്തമായിട്ട് ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കുക, അത് മാത്രമായിരുന്നു ഔറംഗസേബിൻ്റെ ധാരണ. അദ്ദേഹത്തിൻ്റെ കാലത്ത് ആ സമയത്താണ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. ബ്രിട്ടീഷ് ഒറിജിനലി കെയിം ഹിയർ ആസ് എ സ്മോൾ ട്രേഡിംഗ് കമ്പനി ആൻഡ് വെയർ റിലക്റ്റന്റ് ടു ഗോ ടെറിട്ടറീസ്. ഇംഗ്ലീഷുകാർ ഇവിടെ വരുന്നത് ഒരു ട്രേഡേഴ്സ് ആയിട്ടാണ്. പക്ഷേ എങ്ങനെയാണ് അവർ ഇത്രയും ഒരു പവർഫുൾ, അതൊരു വാസ്റ്റ് കൺട്രി അവരുടെ ഇന്ത്യയെ പോലുള്ളൊരു വാസ്റ്റ് വലിയൊരു രാജ്യത്തെ അവരുടെ കൺട്രോളിലാക്കിയത് എന്നാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് കിടക്കുന്നത് എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി കംസ് ഈസ്റ്റ്. ഫസ്റ്റ് ഈസ്റ്റ് മീൻസ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഈസ്റ്റേൺ കൺട്രിയാണ് ഇന്ത്യ. ഏഷ്യയിലുള്ള നമ്മുടെ ഏഷ്യൻ കോണ്ടിനെൻറ്റിലെ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് വന്നത്? In 1600, the East India Company acquired a charter from the ruler of England. അതായത് ആ സമയത്ത് ഇംഗ്ലണ്ടിലെ റൂളർ ക്യൂൻ എലിസബത്ത് ഫസ്റ്റ് ആയിരുന്നു. അവരിൽ നിന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ചാർട്ടർ, ഒരു എഗ്രിമെൻ്റ് വാങ്ങിച്ചു. എന്തായിരുന്നു ചാർട്ടറിൽ? ഗ്രാൻഡിങ് ദ സോൾ റൈറ്റ് ടു ട്രേഡ് വിത്ത് ദ ഈസ്റ്റ്. ഇന്ത്യയുമായിട്ടുള്ള മുഴുവൻ ട്രേഡും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രം നൽകിക്കൊണ്ടുള്ള, അവർക്ക് മാത്രമേ നമ്മുടെ ഇന്ത്യയുമായിട്ട് ട്രേഡ് റിലേഷൻ ഉണ്ടാകാവൂ എന്നുള്ളൊരു എഗ്രിമെൻ്റാണ് അന്നത്തെ ഇംഗ്ലണ്ടിലെ ക്യൂൻ എലിസബത്ത് ഫസ്റ്റിൻ്റെ കയ്യിൽ നിന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടിയെടുത്തത്. ഒരു ചാർട്ടർ, ഒരു എഗ്രിമെൻറ്റ്. ദിസ് മീൻസ് ദാറ്റ് നോ അതർ ട്രേഡിംഗ് ഗ്രൂപ്പ് ഇൻ ഇംഗ്ലണ്ട് could compete with the East India Company. അതായത് മറ്റൊരു
ട്രേഡിംഗ് കമ്പനീസ്, അതായത് ഡച്ച്, പോർച്ചുഗീസ്, അതുപോലെ ഒരുപാട് യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ് ഉണ്ട്. അവരാരും ഇന്ത്യയിൽ വന്ന് കച്ചവടം ചെയ്യാൻ പാടില്ല. അതിനുള്ള റൈറ്റ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമായിരിക്കണമെന്നായിരുന്നു ഈ ചാർട്ടറിൽ എഴുതി വാങ്ങിയത്. With this charter, the company could venture across the oceans looking for new lands from which it could buy goods at a cheap price. അതായത് ഉദ്ദേശം എന്താണ്? അവരതിന് വേണ്ടിയിട്ട് സീ റൂട്ട് കണ്ടുപിടിച്ചു നമ്മുടെ ഇന്ത്യയിലേക്ക്. ഇന്ത്യയിൽ വന്നിട്ട് വളരെ ലോ വേജസിന്, ലോ പ്രൈസസിന് നമ്മുടെ ഇന്ത്യൻ ഗുഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി ഹൈ പ്രൈസസിന് വിൽക്കുകയും അങ്ങനെ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതായിരുന്നു അവരുടെ എയിം. The Royal Charter, however, could not prevent other European power from entering the eastern markets. പക്ഷേ ഈ റോയൽ ചാർട്ട് മറ്റുള്ള യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസിനെ ഇന്ത്യയിലേക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. What is the reason? By the time the first English ships sailed down the west coast of Africa around the Cape of Good Hope and crossed the Indian Ocean, the Portuguese had already established their presence in the western coast of India. ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ പോർച്ചുഗീസ് സെയിലറായ വാസ്കോ ഡ ഗാമ in 1600-ലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുന്നത്. അതിന് മുമ്പ് 1498 വാസ്കോ ഡ ഗാമ ഓൾറെഡി ഇന്ത്യയിൽ ട്രേഡിംഗിനായിട്ട് പോർച്ചുഗീസ് സെയിലറായ വാസ്കോ ഡ ഗാമ ഓൾറെഡി ഇവിടെ അവരുടെ ട്രേഡിംഗ് കമ്പനി ഇവിടെ നമ്മുടെ ഇന്ത്യയുമായിട്ട് ട്രേഡ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. By the early 17th century, the Dutch too were exploring the possibility of trade in Indian Ocean. So the French, അതിനുശേഷം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്ന് അവരുടെ ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എല്ലാം ഓൾറെഡി മറ്റ് ട്രേഡിംഗ് കമ്പനീസ് ഇവിടെ ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ പ്രോബ്ലം വാസ് ദാറ്റ് ഓൾ ദ കമ്പനീസ് വെയർ ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് ദ സെയിം തിങ്സ്. ഈ ട്രേഡിംഗ് കമ്പനീസിനെല്ലാം തന്നെ ഇന്ത്യയിലുള്ള സെയിം തിങ്സ് മതി. വാട്ട് ആർ ദ തിങ്സ് ദേ നീഡഡ്? The fine qualities of cotton and silk produced in India had a big market in India. നമ്മുടെ ഇന്ത്യൻ കർഷകരുടെ, ഇന്ത്യൻ അഗ്രികൾച്ചറിസ്റ്റ്, ഇന്ത്യൻ പെസൻസ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈൻ ക്വാളിറ്റി കോട്ടൺ, സിൽക്ക്, സ്പൈസസ് ഇതെല്ലാം യൂറോപ്യൻ മാർക്കറ്റിൽ നല്ല ഡിമാൻഡായിരുന്നു. അതുകൊണ്ട് തന്നെ ലോ വേജസിന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ അവർ ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ഹൈ പ്രൈസസിന് അവിടെ വിൽക്കുകയും അങ്ങനെ പ്രോഫിറ്റ് അവർ ഏൺ ചെയ്തുകൊണ്ടിരുന്നു. Competition among the European companies inevitably pushed up the prices at which these goods could be purchased, and this reduced the profit that could be earned. The only way the trading companies could flourish was by eliminating the rival competitors. They urged to secure markets, therefore led to fierce battles between the trading companies. Though the 17th and 18th centuries, they regularly sank each other's ship, blockaded routes, and prevented rival ships from moving supplies of goods. Trade was carried on with the arms and trading posts were protected through fortification. അങ്ങനെ എല്ലാ ട്രേഡിംഗ് കമ്പനീസും വന്നപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിചാരിച്ച പോലുള്ള പ്രോഫിറ്റ് കിട്ടിയില്ല. കാരണം ആവശ്യക്കാർ ഗുഡ്സിന് കൂടുമ്പോൾ അതിനുള്ള ഡിമാൻഡ് കൂടും. ഗുഡ്സിനുള്ള ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടും അല്ലേ? നമ്മളൊരു സാധനത്തിന് ഇപ്പോൾ എല്ലാവരും ആവശ്യക്കാരുണ്ടെങ്കിൽ ആ പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രൈസ് കൂടും. അങ്ങനെ പ്രൈസ് കൂടുമ്പോഴോ ഇവർ കൂടുതൽ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അവർ വിചാരിക്കുന്ന പോലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ വിചാരം എന്താണ്? ലോ പ്രൈസ് കൊടുക്കുക, എന്നിട്ട് ഹൈ പ്രൈസസിന് ഇംഗ്ലണ്ടിൽ വിൽക്കുക, എന്നിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്തു? അവർ വിചാരിച്ചപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിചാരിച്ചു ഇതിനൊരു മാർഗ്ഗമേ ഉള്ളൂ, മറ്റുള്ള ട്രേഡിംഗ് കമ്പനീസിനെ ഇങ്ങോട്ട് വരുന്നത് ബ്ലോക്ക് ചെയ്യുക. അതിന് ഭയങ്കര കോൺഫ്ലിക്റ്റായി. 3 പേരും കൂടെ, അതായത് ഫ്രഞ്ച്, ഡച്ച് അതിൻ്റെ പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, ഇവരെല്ലാവരും കൂടെ നല്ല ഫൈറ്റിംഗ് ആയി. പരസ്പരം ഉള്ള ഫൈറ്റിംഗ്, പലരുടെയും ഷിപ്പൊക്കെ ബ്ലോക്ക് ചെയ്യുക, ഫോർട്ടിഫിക്കേഷൻ, കോട്ട കെട്ടി ആ കോസ്റ്റൽ ഏരിയാസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. This effort to fortify settlements and carry on profitable trade also led to intense conflict with local rulers. The company therefore found it difficult to separate from politics. Let us see how this happened. അതായത് അവിടെ പ്രശ്നങ്ങളായി, അവരുടെ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ഫോർട്ട് കെട്ടി സംരക്ഷിച്ചു, ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ആയി. ഫസ്റ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിഗിൻസ് ട്രേഡ് ഇൻ ബംഗാൾ. അങ്ങനെ അവർ ബംഗാളിൽ പോകും. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് അവരുടെ ഇംഗ്ലീഷ് ഫാക്ടറി ബംഗാളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അവിടെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ഫാക്ടറി വാസ് സെറ്റപ്പ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ഹൂഗ്ലി ഇൻ 1651. ഹൂഗ്ലി റിവറിൻ്റെ തീരത്ത്
factory established. This was the base from which the company's traders known at that time as factories operated. Company traders in a factories എന്ന പേരിലാണ് ആ സമയത്ത് അറിഞ്ഞിരുന്നത്. The factory had a warehouse where goods for export were stored, and it had offices where company officials sat as traders banded. The company persuaded merchants and traders to come and settle near the factory. അതായത് ഫസ്റ്റ് ഇംഗ്ലീഷ് ഫാക്ടറി 1651 ഹൂഗ്ലി റിവർ എന്ന് പറഞ്ഞ കൽക്കട്ടയിലൂടെ ഒഴുകുന്ന റിവറാണ്. ഹൂഗ്ലി റിവറിൻ്റെ തീരത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഫസ്റ്റ് ഒരു വെയർ ഹൗസ് അവർ കൺസ്ട്രക്ട് ചെയ്തു. വാട്ട് ഈസ് വെയർ ഹൗസ്? ഗോഡൗൺ. ഗുഡ്സ് ഒക്കെ ട്രേഡേഴ്സിനെ വാങ്ങിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ കീപ്പ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് വെയർ ഹൗസ്. അതായത് ഗോഡൗണിൽ വാങ്ങിച്ചിട്ട് രാജ്യമായിട്ടാണ് അവരങ്ങോട്ട് യൂറോപ്യൻ ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഈ കമ്പനി ഒഫീഷ്യൽസിന് ഇരിക്കാനായിട്ടൊരു ബിൽഡിംഗ് കൂടെ അവിടെ സെറ്റപ്പ് ചെയ്തു. By 1696, it began building a fort around the settlement. 2 years later, it bribed Mughal officials into giving the company seminary right over 3 villages. One of these was Kolkata, which later gave the city of Calcutta, and Kolkata it is known today. It also persuaded the Mughal Emperor Aurangzeb to issue a farman granting the company the right to trade duty free. ഇവരെന്ത് ചെയ്തു? അവർ ബംഗാളിൽ അവരുടെ നില ഉറപ്പിക്കുകയും ട്രേഡ് അവർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അന്നത്തെ മുഗൾ എംപററായിരുന്നു, ബ്രിട്ടീഷുകാരുടെ വരുമ്പോൾ ഔറംഗസീബായിരുന്നു ലാസ്റ്റ് മുഗൾ പവർഫുൾ റൂളർ. അദ്ദേഹത്തിന് ബ്രൈബ് മണി കൈക്കൂലി കൊടുത്തിട്ട് നമ്മുടെ ഇന്ത്യയുടെ 3 പ്രോവിൻസസ്, അതായത് ഡൽഹി, കൊൽക്കത്ത, മദ്രാസ് എന്ന ഈ പ്രോവിൻസസിലാണ് അവർ പ്രോവിൻസസിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഔറംഗസീബിന് ബ്രൈബ് മണി കൊടുത്ത് ഇവർ സ്വന്തമാക്കി. അപ്പോൾ 3 സ്ഥലങ്ങളിൽ നിന്നും വാസ്റ്റ് ഏരിയയാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. നമ്മുടെ പെസൻസിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്. അങ്ങനെ പിന്നെ ഒരു സഹായം കൂടെ ഔറംഗസീബ് ചെയ്തു. ഔറംഗസീബിന് ഇവർക്ക് ഒരുപാട് ട്രേഡ് കൺസെഷൻസ് ഒക്കെ ചെയ്തു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ട്രേഡ് ഡ്യൂട്ടി ഫ്രീ ആക്കി ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കൊടുക്കുകയും ഔറംഗസീബ് ചെയ്തു. അങ്ങനെ അവർക്ക് വേണ്ട ഒത്താശകളെല്ലാം ഔറംഗസീബ് ചെയ്തു കൊടുക്കുകയും നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം കൺട്രോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേടിയെടുക്കുകയും ചെയ്തു. അതാണ് ഈ കണ്ടന്റ്. അപ്പോൾ എല്ലാവരും ഈ ലെസൺ 2 or 3 തവണ വായിക്കുകയും അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെഷൻ എന്താണ് ഹൗ ട്രേഡ് ലെഡ് ടു ബാറ്റിൽസ്, ബംഗാൾ നവാബ്സ്, അതൊക്കെ അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. അന്നത്തെ സമയത്ത് ബംഗാളിലെ നവാബുമാരായിരുന്നു. ഔറംഗസീബിൻ്റെ മരണശേഷം അങ്ങനെ ഒരുപാട് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്തൊക്കെയായിരുന്നു, ബ്രിട്ടീഷുകാരോട് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, അതൊക്കെയായിരുന്നു നമ്മൾ പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ പോകുന്നത്. അതിന് മുമ്പായിട്ട് 3 times ഈ ലെസൺ ഒന്ന് വായിക്കുക. ഓക്കെ, it's the time to wind it. Thank you, students.